കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം, പൂരത്തിൻ്റെ നാട്, കെ കരുണാകരൻ, വി എം സുധീരൻ തുടങ്ങി ഒട്ടേറെ കോൺഗ്രസിൻ്റെ മഹാരഥന്മാരെ കേരള നിയമസഭയിലേക്ക് നിരന്തരമായി അയച്ചിരുന്ന ജില്ല. ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ ഉറച്ച കോട്ട. എന്നാൽ 2021 അസംബ്ലി തിരഞ്ഞെടുപ്പിലും 2024 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലും കോൺഗ്രസിനെ കൈവിട്ട തൃശ്ശൂർ UDF മുഖ്യകക്ഷി ഇന്ന് ഒരു തിരിച്ചുവരവിൻ്റെ കഠിന പ്രയത്നത്തിലാണ്. പാർട്ടിക്കുള്ളിലെ പടലപ്പിണക്കങ്ങളും ഗ്രൂപ്പിസവുമാണ് കോൺഗ്രസിനെ അതിൻ്റെ ദുർഗതിയിലേക്ക് തൃശ്ശൂരിൽ 2021 2024 നയിച്ചത്. 2024 പരാജയത്തിന് പുറകിലായി ചുരുങ്ങിയ കാലം പാലക്കാട് MP ആയ VK ശ്രീകണ്ഠനെ ജില്ലാ ഘടകത്തിൻ്റെ പ്രസിഡന്റാക്കി അതിനുശേഷം പുതിയൊരു ഭരണസമിതിയെ നിയോഗിച്ചുകൊണ്ടാണ് പാർട്ടി ഇപ്പോൾ നിലവിൽ മുന്നോട്ട് പോകുന്നത്. ഈ പുതിയ നേതൃത്വത്തിനുള്ള വെല്ലുവിളികൾ ചെറുതല്ല. പ്രത്യേകിച്ചും 2021 ജില്ലയിലെ 13 സീറ്റുകളിൽ ഒന്നുപോലും നേടാൻ സാധിക്കാത്ത അവസ്ഥയിൽ 2024 ഏക പ്രതീക്ഷയോടുകൂടിയാണ് പാർട്ടിയുടെ മുൻ പ്രസിഡന്റ് K മുരളീധരനെ തന്നെ കളത്തിലിറക്കിയതെങ്കിൽ ജില്ലയിലെ ഭൂരിപക്ഷ സമുദായമായ ക്രിസ്ത്യാനികളും കടലോര പ്രദേശങ്ങളിലെ ഒരു ചെറിയ വിഭാഗമായ മുസ്ലിങ്ങളും പാർട്ടിയെ കൈവിട്ടതോടുകൂടി കോൺഗ്രസ് നേരിട്ടത് വലിയ ഒരു തിരിച്ചടിയാണ്. എന്നാൽ ഇന്നതൊക്കെ വെറുമൊരു പഴങ്കഥയായി ചിത്രീകരിക്കാനാണ് ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കുന്നത്. വീറും വാശിയോടും കൂടി അവർ ഇന്ന് പ്രവർത്തന രംഗത്തുള്ളത് കുറഞ്ഞപക്ഷം 7 നിയോജക മണ്ഡലങ്ങളിൽ നിന്നെങ്കിലും തങ്ങളുടെ പ്രതിനിധികളെ അടുത്ത കൊല്ലത്തെ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കാനായുള്ള തീവ്ര ശ്രമത്തിലാണ്. സംസ്ഥാനത്ത് കോൺഗ്രസും UDFും സ്ഥാനാർത്ഥി നിർണയത്തിനായുള്ള ചർച്ചകൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ലെങ്കിലും ജില്ലയിലെ നേതൃത്വ നിരക്കിടയിൽ തൃശ്ശൂരിൽ പാർട്ടി മത്സരിക്കുന്ന നിയോജക മണ്ഡലങ്ങളിൽ ആരെയൊക്കെ കളത്തിലിറക്കണമെന്ന് ഇതിനോടകം തന്നെ വ്യക്തമായ ധാരണയുള്ള ഇവർ മുന്നോട്ട് വയ്ക്കുന്ന പേരുകളിൽ പ്രമുഖ സ്ഥാനം ഒരു പുതുമുഖത്തിനാണ്. കുന്നംകുളം നിയോജക മണ്ഡലത്തിലാണ് മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും യൂത്ത് കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറിയുമായ ഡോക്ടർ സോയ ജോസഫിൻ്റെ പേര് ഉയർന്നു വന്നിട്ടുള്ളത്. കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയം നിരന്തരമായി ശ്രദ്ധിക്കുന്ന നിരീക്ഷകർക്ക് തൃശ്ശൂർ നേതൃത്വത്തിൻ്റെ ഈ നിർദ്ദേശം ഒട്ടും ആശ്ചര്യപ്പെടുത്തുവാൻ സാധ്യതയില്ല. സോയ പാർട്ടി പ്രവർത്തകർക്കിടയിൽ തന്നെ ഏറെ പ്രിയങ്കരിയാണ്. പ്രത്യേകിച്ചും ഇക്കൊല്ലം ആദ്യം നടന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കുട്ടത്തിനായി മുൻനിരയിൽ നിന്ന് തന്നെ പോരാടിയതിനു ശേഷം ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി നടന്ന ഒട്ടുമിക്ക ടെലിവിഷൻ സംവാദങ്ങളിലും പാർട്ടിയെ പ്രതിനിധീകരിച്ചത് സോയയായിരുന്നു. തികഞ്ഞ വാഗ്മി മാത്രമല്ല, മറിച്ച് അവരുടെ പ്രതിയോഗികളെ ഉരുളയ്ക്ക് ഉപ്പേരി എന്ന രീതിയിൽ മലർത്തിയടിച്ച സാമർഥ്യവും സോയയെ അന്ന് തന്നെ വേറിട്ട് നിർത്തിയിരുന്നു. ഒരു വേളയിൽ ഇത് അസംബ്ലിയിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പാണ്, കേവലം ഒരു പാൽ സൊസൈറ്റിയിലേക്കുള്ള മത്സരമല്ല എന്ന അവരുടെ വാദം യൂട്യൂബിൽ ട്രോളർമാർ ഇന്നും ആഘോഷിക്കുന്ന പ്രകടനങ്ങളാണ്. സോയയുടെ സ്ഥാനാർത്ഥിത്വം മുന്നോട്ട് വയ്ക്കുന്നവർ അവരുടെ വാക്ചാതുര്യവും മാത്രമല്ല പ്ലസ് പോയിൻ്റായി കാണുന്നത്, യുവാക്കളെയും വനിതകളെയും ഒരുപോലെ കണ്ട് പാർട്ടിയിലേക്ക് അടുപ്പിക്കുവാൻ കഴിയുമെന്ന നേതൃത്വം ദൃഢമായി വിശ്വസിക്കുന്നു. കുന്നംകുളത്ത് തന്നെയുള്ള ശ്രീ വിവേകാനന്ദ കോളേജിലെ ഗസ്റ്റ് ലെക്ചറാണ് സോയ. ഇംഗ്ലീഷ് ഐച്ഛികമായ ബിരുദാനന്തര ബിരുദം നേടിയിട്ടുള്ള ഈ മിടുക്കി പ്രണയ മാനിഫെസ്റ്റോ എന്ന പേരിൽ ഒരു കവിതാ സമാഹാരവും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഏറെ പ്രാവീണ്യത പുലർത്തുന്നുണ്ട് ഇവർ. സംസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസിൽ ഒട്ടേറെ സമർത്ഥരായ വനിതാ നേതാക്കൾ ഉണ്ടെങ്കിലും ആദ്യം നമ്മുടെ എല്ലാം മനസ്സിൽ വരുന്നത് കായംകുളത്ത് കോൺഗ്രസ് 2021 പരീക്ഷിച്ച ഹരിത ബാബുവിൻ്റെ പേരാണ്. അന്ന് അവിടെ പരാജയപ്പെട്ടെങ്കിലും പ്രചരണത്തിനിടയിൽ അവിടെ ഉണ്ടാക്കിയ ചലനങ്ങളാണ് തൃശ്ശൂർ നേതൃത്വത്തിന് കുന്നംകുളത്ത് തങ്ങളുടെ പാർട്ടിയുടെ ഏറ്റവും മികച്ച സാരഥിയായി സോയ ജോസഫ് ആയിരിക്കുമെന്ന നിർണയത്തിലേക്ക് ഇതിനോടകം എത്തിച്ചിട്ടുള്ളത്. തീർച്ചയായും സോയയുടെ സാധ്യതകൾ അടുത്ത കൊല്ലം കുന്നംകുളത്ത് ഏറെയാണ്. ഇത് തന്നെയാണ് അവരുടെ സഹപ്രവർത്തകരുടെ ഇടയിലുള്ള ഉറച്ച വിശ്വാസവും. ഇങ്ങനെ പ്രവർത്തന മികവിലും ജനമനസ്സുകളിലും മുന്നിട്ട് നിൽക്കുന്ന ഒരു നിരയെ ഉയർത്തിക്കൊണ്ടുവരുന്നതിലൂടെ കോൺഗ്രസ് ലക്ഷ്യം വയ്ക്കുന്നത് ഭരണലക്ഷ്യം തന്നെയാണ്. അതിനായുള്ള മുന്നൊരുക്കങ്ങൾ തകൃതിയായി കോൺഗ്രസിൽ നടക്കുന്നുമുണ്ട്. ലക്ഷ്യപ്രാപ്തിയിലേക്കുള്ള കോൺഗ്രസിൻ്റെ നീക്കം അതീവ ജാഗ്രതയോടെ തന്നെയാണ്. സോയ ജോസഫിൻ്റെ സ്ഥാനാർത്ഥിത്വം ഇതിന് ഒരു ഉത്തമ ഉദാഹരണവുമാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.